വിനോദ്, ഞാനിപ്പോൾ ഉള്ളത് ഈ ആന്ധ്ര സ്വദേശികളായിട്ടുള്ള അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്നും അവരെ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി ഇവിടെ നിന്ന് മാറ്റുകയാണ്. എല്ലാ ആളുകളും സുരക്ഷിതരാണ്, വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. ഇവരെ എവിടേക്കാണ് മാറ്റുന്നത്? നാട്ടിലേക്ക് പോവാം. ഇവിടെ ആർക്കും പരിക്കൊന്നുമില്ല അല്ലേ? പരിക്കൊന്നുമില്ല, ഇവർക്ക് ആർക്കും പരിക്കൊന്നുമില്ല. ബസ്സിലുള്ളവരോ കാറിലുള്ളവരാണ് മരിച്ചുപോയത്. ആശുപത്രി പോകേണ്ട സാഹചര്യം അവരും ഡ്രൈവറും എല്ലാം പോയി. ആളുകളെ ആന്ധ്രാപ്രദേശിലേക്ക് തിരികെ മടക്കി ബസ്സാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി ഞങ്ങളായിട്ട് വിളിച്ചു കൊടുത്ത അമ്പലത്തിന്റെ പ്രസിഡന്റ് വന്ന് വൈസ് പ്രസിഡന്റ് വന്ന് വിളിച്ചു കൊടുത്താൽ. എത്ര പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്? ഇത് 19 പേര്. പരിക്കൊന്നുമില്ല, സാറേ കാര്യങ്ങളേ ഉള്ളൂ. മറ്റോ അങ്ങനെ അങ്ങനെ ചെറിയ പരിക്കുകളൊക്കെ ഉള്ളൂ. അവർക്ക് അങ്ങനെയുള്ള കുഴപ്പമില്ല. ഇവിടുന്ന് പിന്നെ നമ്മൾ അക്കൗണ്ട് ഇതെല്ലാം കുളിച്ച് എല്ലാം. എന്താണ് അവർ അപകടത്തിന്റെ കാരണം എന്താണെന്ന് പോയതാന്നാ പറയുന്നത്. കാറിന്റെ കാര്യം ഉറങ്ങിപ്പോയതാ. അവർ മലേഷ്യ ടൂർ പോയിട്ട് വന്നതാ. കല്യാണം വിവാഹം കഴിഞ്ഞു. ഈ ഡ്രൈവർ ഉൾപ്പെടെ പോയി. 19 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. 19 പേരായിരുന്നു വാഹനത്തിലുണ്ടായത്. വാഹനത്തിലേക്ക് കാർ ഇടിച്ചു കയറുമായിരുന്നു അതോ? കാറ് ആ വാഹനത്തെ ഇടിച്ചു കയറുമായിരുന്നു. ഉറങ്ങിപ്പോയതാന്നാണ് പറയുന്നത്. ഒരു മലേഷ്യ പോയി ടൂർ പോയിട്ട് വന്ന് അച്ഛനും പെണ്ണിന്റെ അച്ഛനും ചെറുക്കന്റെ അച്ഛനും പോയി. അവർ 4 പേരുമാണ്. ഉറങ്ങിപ്പോയതാണ്. പേർക്കും കേവലം ചെറിയ പരിക്കുകളൊക്കെ ഉള്ളൂ. അവർക്ക് കുഴപ്പമില്ല. ശബരിമല തീർത്ഥാടകരുടെ വാഹനം ഇവിടെ നിന്നും ആന്ധ്രാപ്രദേശിലേക്ക് മടക്കി അയച്ചിട്ടുണ്ട്. ഇവിടെയുള്ള അമ്പലവുമായി ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആളുകളെയെല്ലാം 19 പേരായിരുന്നു ആ വാഹനത്തിലുണ്ടായിരുന്നത്. 19 പേർക്കും ആശ്വാസകരമായിട്ട് വലിയ പരിക്കുകളൊന്നുമില്ല എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തയുമുണ്ട്. അവരെ മുഴുവൻ ആളുകളെയും ഇപ്പോൾ ഇവിടെ നിന്നുള്ള ആളുകളുടെ സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം ഇടപെടലിന്റെ ഭാഗമായിട്ട് മുഴുവൻ ആളുകളെയും ആന്ധ്രാപ്രദേശിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. ഒരു ആളുകൾക്കും ഗുരുതരമായിട്ടുള്ള പരിക്കില്ല. ചെറിയ മുറിവുകൾ മാത്രമാണ് പലർക്കും സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ആശ്വാസകരമായിട്ടുള്ള വാർത്ത അവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. അവരുടെ വാഹനം ഇവിടെ നിന്നും ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. മുഴുവൻ ആളുകളും ഇവിടെ നിന്നും. ഒരു സംശയം ഇപ്പോൾ കൃത്യമായി പറഞ്ഞു, ആ അയ്യപ്പന്മാർ തിരിച്ച് അങ്ങോട്ടേക്ക് മടങ്ങിയെന്ന് അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നു. അപ്പോൾ ഒരു സംശയം, ആ വാഹനം ഓടിച്ച ഡ്രൈവറും മടങ്ങി പോകുന്നുണ്ടോ? കാരണം അപകടം നടന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ വാഹനം പാഞ്ഞു കയറിയതാണ് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും ഈ അപകടത്തിൻ്റെ അല്ലെങ്കിൽ 4 പേർ മരിച്ച ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ആ വാഹനം ഓടിച്ച ബസ് ഓടിച്ച ഡ്രൈവർ മടങ്ങി പോയിട്ടുണ്ടാകുമോ? ഇല്ലല്ലോ. അദ്ദേഹം ഈ കേസിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുമല്ലോ. അദ്ദേഹം മടങ്ങി പോകാൻ വഴിയില്ലല്ലോ. മിഥുൻ മുരളി. തീർച്ചയായും വിനോദ്, ഇക്കാര്യത്തിൽ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ മടങ്ങിപ്പോകാൻ സാധിക്കുമോ? കാരണം തുടർ നടപടികളൊക്കെ ഉണ്ട്. വാഹനം ഏത് തരത്തിലുള്ള അപകടമാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കൂടുതൽ മൊഴികൾ ശേഖരിക്കേണ്ടതുണ്ട്, വിവരശേഖരണം നടത്തേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ തുടരേണ്ട സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ വാഹനം ഇവിടെ നിന്ന് മടക്കി അയക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളൊക്കെ ഉണ്ട്. ഈ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ തിരികെ മടങ്ങിയോ? ഡ്രൈവർ സ്റ്റേഷനിൽ ഓൾറെഡി സ്റ്റേഷനിലാണ്. അപ്പോൾ വണ്ടി സംബന്ധമായ പേപ്പർ വാങ്ങാനൊക്കെ സ്റ്റേഷനിൽ നിൽക്കുന്നു. ബാക്കിയുള്ള യാത്രക്കാർ, ഡ്രൈവർ ഒഴികെയുള്ള 19 ആളുകളാണ് തിരികെ മടങ്ങിപ്പോയി. അപ്പോൾ ഡ്രൈവർക്ക് ഇനി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മൊഴിയൊക്കെ എടുത്തതിന് ശേഷം പോകാൻ പറ്റും. അവർക്ക് GD എൻട്രിക്ക് ആവശ്യമായിരിക്കുമല്ലോ, ഇൻഷുറൻസ് ഒക്കെ കാണുമല്ലോ. അപ്പോൾ ഡ്രൈവർ സ്റ്റേഷനിൽ ഓൾറെഡി ഉണ്ട്. അല്ല, കൂടൽ സ്റ്റേഷൻ. അദ്ദേഹത്തിനും കാര്യമായിട്ടുള്ള ഒന്നുമില്ല. ബസ്സിലുള്ളവർക്ക് ആർക്കും കാര്യമായ പരിക്കൊന്നുമില്ല. പിന്നെ ഭയപ്പാട്, ഉറക്കത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഉള്ളൊരു ഭയപ്പാട് അവർക്കുണ്ട്. അവരെന്താണ് പറയുന്നത്? ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നാണ് അവർക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത്? ഇതിനെപ്പറ്റി ഒരു ഐഡിയ അവർ പറയുന്നില്ല. കാരണം ഒരു സൗണ്ട് കേട്ട് പെട്ടെന്ന് അവർ ഉണർന്നു കഴിഞ്ഞപ്പോൾ കാണുന്ന ഒരു കാഴ്ച. പിന്നെ അവർ ഏറ്റവും കൂടുതൽ ഫീലാക്കി ഈ കാറിനകത്തെ പെട്ടെന്ന് തന്നെ ആക്സിഡന്റ് ഉണ്ടായി ഇത്രയും ആൾക്കാർ അതിനകത്ത് മരിച്ചിരിക്കുന്ന ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് തന്നെ അവർക്ക് വലിയൊരു വല്ലാത്തൊരു മാനസികമായ വല്ലാത്തൊരവസ്ഥയിലാണ് അവർ. നിലവിൽ അവരുടെ സാഹചര്യത്തിൽ ആർക്കും തന്നെ ഒരു തരത്തിലുള്ള ആന്തരികമോ ബാഹ്യമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല. ആശുപത്രികളിൽ ചികിത്സിച്ചിരുന്നോ? ഒരു ചികിത്സയുടെ ഒരു ആവശ്യങ്ങളും ഇല്ല അവർക്ക്. പിന്നെ വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഞങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാണ്. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ഇവിടുന്ന് ബോഡികളൊക്കെ കൊണ്ടുപോയി. എങ്കിൽ പോലും അവർക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം. ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇവിടെ അടുത്ത് ഉള്ള ആളുകളല്ലേ? ഈ സ്ഥിരം അപകട മേഖലയാണ് ഇത്. വലിയൊരു അപകട മേഖല. തൊട്ടടുത്ത ജംഗ്ഷൻ മുറിഞ്ഞതിൽ ഇപ്പോൾ ഒരു 5-6 ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞു. എന്താ വെച്ചാൽ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ റോഡിന് മുകളിൽ പരിക്കനില്ല. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ വണ്ടി സ്കിഡാവുക, ആക്സിഡന്റ് ആവുക. അത് ഈ മുറിഞ്ഞകൽ മുതൽ നെടുവങ്കാവ് വരെ നിത്യ സംഭവമായി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സംഭവം. അത് നിരവധി പരാതികൾ അറിയിച്ചിരുന്നു എന്ന് നാട്ടുകാർ ആവർത്തിച്ച് പറയും. നിരവധി പരാതികൾ അറിയിക്കുക, റോഡിന്റെ ആൾക്കാർ വന്ന് പല പ്രാവശ്യം ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഉടനെ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇതിനും വലിയ വലിയ സംഭവങ്ങൾ ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. റോഡ് ഇത് നിർമ്മിതിയാണ്. കൊടുംവളവൊന്നും നോക്കാതെ കൊണ്ട് ചെയ്ത ഇതുകൊണ്ടുള്ള നേരത്തെ പറയുന്നത് കേട്ടോ 300 പേർ ഉൾപ്പെട്ട് കഴിഞ്ഞ മാസം പരാതി കൊടുത്തിരുന്നു. എല്ലാവരും കൊടുക്കുന്നുണ്ട് പരാതി. പക്ഷേ എന്നും ആക്സിഡന്റ് നടക്കുന്നുണ്ട്. മെനഞ്ഞാന്ന് രാവിലെയും അവിടെ നെടുങ്കാവ് ജംഗ്ഷനിൽ
കുട്ടിയിടിച്ചു. എന്നും നടക്കുന്ന ഒരു സംഭവമാണ്. ഈ അപകടം ഉണ്ടാകുമ്പോൾ ഇവിടേക്ക് എത്താൻ സാധിച്ചിരുന്നോ? രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നോ? മുമ്പാണ് എത്തിയത്. ഇതിനകത്ത് ഇപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസമുള്ള ഇഞ്ചപ്പാറ ജംഗ്ഷനിൽ നാറുകോലി എയർപോർട്ടിൽ പോയിട്ട് വന്നതും അത് പറഞ്ഞ പോയിട്ട് ഡിവൈഡർ ഇടിച്ച് സ്പോട്ടിൽ തന്നെ 2 പേര് മരിച്ചു. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ ഒരു ലൊക്കേഷൻ, ഈ മുറിഞ്ഞകൽ മുതൽ നെടുമങ്കാവ് വരെയാണ് ഏറ്റവും കൂടുതൽ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വലിയൊരു വിപത്തായിട്ട് മാറും. ഈ അപകടം നടക്കുന്ന സമയത്ത് ഇവിടേക്ക് എത്താൻ സാധിച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ സമയത്ത്? ആ സമയത്ത് എനിക്ക് എത്താൻ എൻ്റെ സുഹൃത്തിൻ്റെ ആംബുലൻസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ ഒരു 4:30 കൂടി വിളിച്ചു. ഇവരെ അറിയാവുന്നതാണോ ഈ അപകടത്തിൽ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്? അത് ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് കുമ്പഴ കവിതാ ഹോട്ടൽ നടത്തുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. പുള്ളിക്കാരൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അയൽവക്കത്തുള്ള ആളാണെന്നാണ് പറഞ്ഞത്. അവരുടെ വീട് അടുത്താന്ന് പറയുന്നുണ്ട്, 5 കിലോമീറ്റർ അടുത്താണ്, തൊട്ടടുത്താന്ന് പറഞ്ഞു. അപ്പം മക്കൾ 2 പേരുടെ മലേഷ്യക്ക് ടൂർ പോയതാണ്, കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച ആയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മോടെ അച്ഛനും മോൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. അവർ 4 പേരുമാണ് മരിച്ചിരിക്കുന്നത്. മോളും മോനും 2 അച്ഛന്മാരും മരിച്ചു. വിനോദ്, ഈ ബസിന്റെ ആന്ധ്ര സ്വദേശികളായിട്ടുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന്റെ ഡ്രൈവർ കേരളത്തിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിന് ഇനി നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ആന്ധ്രയിലേക്ക് തിരികെ മടങ്ങാനാവുക. അദ്ദേഹം ഒഴികെയുള്ള 19 തീർത്ഥാടകരാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ആളുകളുടെ ഇടപെടലിന്റെയൊക്കെ ഫലമായിട്ട് അവരുടെയൊക്കെ കൃത്യമായിട്ടുള്ള എല്ലാ സഹകരണത്തോടും കൂടി ആന്ധ്രാപ്രദേശിലേക്ക് തിരികെ മടങ്ങിയിരിക്കുന്നത്. അവരിപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അല്പം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. വിനോദ് ചോദിച്ച ചോദ്യത്തിനും പ്രേക്ഷകരുടെ സംശയത്തിനും ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തീർത്ഥാടക വാഹനത്തിലെ ഡ്രൈവർ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുകയും മറ്റ് വിവരശേഖരണവും ഒക്കെ നടപടികളുമൊക്കെ പാലിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം പോകുക. ആ വാഹനത്തിലെ ഒരു ആളുകൾക്കും കാര്യമായ പരിക്കുകളില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേവലം മുറിവുകൾ മാത്രമാണ് അവർക്ക് ഏതെങ്കിലും തരത്തിൽ പരിക്കുകളായി ഉള്ളത്. അല്ലാതെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളോ ഒന്നും അവർക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായി നേരിയ ആശ്വാസം എന്ന രീതിയിൽ പറയാനുണ്ട്. ഈ പുലർക്കാലത്ത് എന്തായാലും വീടിന് തൊട്ടടുത്ത് എത്തിയ സമയത്തായിരുന്നു ഈ അപകടം സംഭവിച്ചത്. അനുവിന്റെയും നിഖിലിന്റെയും വീടുകൾ തൊട്ടടുത്താണ്. അനുവിന്റെ വീട് ഈ അപകടം നടന്നതിനോട് ചേർന്ന സ്ഥലത്ത് തന്നെയാണുള്ളത്. നിഖിലിന്റെ വീട് 5 കിലോമീറ്റർ മാറിയാണ്. വീടിനോട് ചേർന്ന് വീട്ടിലേക്ക് എത്തും മുൻപാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. മധുവിധു കഴിഞ്ഞ മലേഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ ദമ്പതികളാണ്. നവംബർ 30-നായിരുന്നു അനുവിന്റെയും നിഖിലിന്റെയും വിവാഹം. അനുവിന് 26 വയസ്സും നിഖിലിന് 29 വയസ്സുമാണ് പ്രായം. അനുവിന്റെ പിതാവ് ബിജു, നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ, ഇങ്ങനെ 4 പേരാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 4 ആളുകൾ വീണ്ടും റോഡിലുണ്ടായ വലിയ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. നിത്യസംഭവമായി മാറുന്ന അപകട വാർത്തകൾ. ആ അപകട വാർത്തകൾക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം തന്നെയാണ് പ്രശ്നം.